ഇന്ന് കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ നടന്നിട്ടുള്ള LDC പരീക്ഷ, അതിൽ ചോദിച്ചിട്ടുള്ള ഗണിതം മെന്റൽ എബിലിറ്റി വിഭാഗത്തിലെ 10 ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം: ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ 1:2:3:4 ആയാൽ വലിയ കോൺ എത്ര? വലിയ കോൺ ചോദിച്ചിരിക്കുന്നത് എവിടെയാണ്? ഒരു ചതുർഭുജത്തിലെയാണ്. ചതുർഭുജം എന്ന് പറഞ്ഞാല് അതില് 4 കോണുകളുണ്ട്. ആ അളവുകൾ എങ്ങനെയുള്ളത്? 1:2:3:4. അതിൽ വലിയ കോൺ ഏതാ? ഈ അംശബദ്ധമായി ഭാഗിച്ചപ്പോ 4 ആണ് അല്ലെ? ആകെ എത്രയുണ്ട്? 1 + 2 3 3 3 6 4 10. 10ൽ 4 ആണ് ഈ 4 കോണുകളിൽ വലുത്. ചതുർഭുജത്തിലെ ആകെ കോണുള്ളത് എത്രയാണ്? 360. അപ്പൊ അതിന്റെ ഉത്തരം കാണുന്ന വഴി 360 ഡിഗ്രിയെ 4/10 കൊണ്ട് ഗുണിക്കുക. 0 0 പോയി 36 4 ഗുണിച്ചാൽ 144 ആണ് അതിന്റെ ഉത്തരം. ഓപ്ഷൻ ബി. രണ്ടാമത്തെ ചോദ്യം: ഒരു സംഖ്യയോട് 1 കൂട്ടിയതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം 3 ആയാൽ സംഖ്യ എത്ര? അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു സംഖ്യയോട് 1 കൂട്ടി, അപ്പൊ നമുക്കൊരു സംഖ്യ കിട്ടുമല്ലോ, അതിന്റെ വർഗമൂലം കാണാം. അതും കണ്ടു. എന്നിട്ട് അതിന്റെ വർഗമൂലം കണ്ടാൽ എത്രയാ? 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3ന്റെ വർഗത്തിന്റെ വർഗം, അതിൽ നിന്ന് 1 കുറച്ചാൽ ഉത്തരം. 3ന്റെ വർഗം എത്രയാ? 9. 9ന്റെ വർഗം എത്രയാ? 81. അപ്പൊ നേരത്തെ കൂട്ടാണ് ചെയ്തത്, പക്ഷെ നമുക്ക് സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? അതിൽ നിന്ന് 1 കുറക്കുക. അപ്പോ 81ൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്നതാണ് ഉത്തരം 80. ഓപ്ഷൻ സി ആണ്. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും? എത്ര മടങ്ങാകും എന്നാണ് ഞാൻ എഴുതിയത്. പക്ഷെ PSC ചോദ്യത്തിലുള്ളത് എത്ര മടങ്ങായി വർദ്ധിക്കുമെന്നാണ്. അതിനെന്താ വഴി? ആദ്യം നമുക്ക് വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണാനുള്ള സൂത്രവാക്യം മനസ്സിലാക്കി വെക്കണം. അതെന്താ അറിയോ? 1/3 πr² h ആണ്. അപ്പൊ ഇവിടെ നമ്മള് ആരത്തിന് 1 എന്ന് കൊടുക്കുന്നു, h-നും 1 എന്ന് കൊടുക്കുന്നു. അതായത് ഇതിന്റെ അളവ് നമ്മളൊരു സംഖ്യ എടുക്കുന്നു. ഇത് എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴിയാണ്. ആരം 1ഉം h 1ഉമാണെങ്കിൽ ആ വൃത്തസ്തൂപികയുടെ വ്യാപ്തം എന്താ? ഇവിടെ r² പകരം 1 ഗുണിക്കണം 1, അത് 1 തന്നെ. h-നും 1 തന്നെ. എന്ത് വരും? 1 ഗുണിക്കണം 1 1. അപ്പൊ 1/3 π വന്നു. ഇത് ആദ്യത്തെ വൃത്തസ്തൂപികയുടെ വ്യാപ്തമാണ്. ഇനി ഇത് ഇരട്ടിയാകുന്നു. അതായത് r 1ന് പകരം 2 ആകുന്നു, ഇത് 1ന് പകരം 3 ഇരട്ടിയാകുന്നു. അപ്പൊ എന്ത് വരും? ഇവിടെ r² 2 സ്ക്വയർ ആകും. എത്ര? 4 വരും. ഇവിടെ h 1ന് പകരം 3 ആകും. അപ്പൊ 3 4 ഗുണിക്കണം 3 12. നമുക്ക് നേരത്തെ കിട്ടിയ എത്രയാ? 1 ഗുണിക്കണം 1 1 ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ടും 1 ആയി. ഇത് ഇരട്ടിയായപ്പോ 2 സ്ക്വയർ, അത് 4. അതുപോലെ h 1 എന്നുള്ളത് 3 ഇരട്ടിയായപ്പോ 3 ആയി. അപ്പൊ 4 ഗുണിക്കണം 3 12 മടങ്ങാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ. അടുത്തത്: ചിത്രത്തിൽ ചാവും ACBയുടെ അളവ് 260 ഡിഗ്രി ആയാൽ കോൺ ACBയുടെ അളവ് എത്രയാണ്? ഇതാണ് ചിത്രം. അതിൽ ചാപം ACB എന്ന് പറയുന്നത് ACB എന്ന് പറയുന്ന ഈ വലിയ ചാവാണ്. അതിന്റെ കോണളവ് 260 ഡിഗ്രി തന്നു. കണ്ടുപിടിക്കേണ്ടത് ഈ കോണാണ്. കോൺ ACB എന്ന് പറയുന്ന ഈ ചെറിയ കോൺ. ചാപം വലുതാണ്, പക്ഷെ കോൺ ചെറുതാണ്. എങ്ങനെ കണ്ടുപിടിക്കും? ചാപം ACBയുടെ അളവ് 260 ആണെങ്കിൽ ചാപം APയുടെ അളവ് എത്ര വരും? ആകെ വൃത്തത്തിന്റെ അളവ് 360 ഡിഗ്രി അല്ലേ?
എ പി ബിയുടെ അളവ് 100 ഡിഗ്രി. അതിന്റെ പകുതിയാണ് കോൺ എ സി ബി. 100ന്റെ പകുതി എത്രയാ? 50. ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. ഒരു ബഹുഭുജത്തിന്റെ പുറംകോണുകളുടെ തുക അതിന്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? എന്താണ് പുറംകോൺ, എന്താണ് അകക്കോൺ? ഒരു ചതുരമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചതുർഭുജമാണെങ്കിൽ ഇതിന്റെ അകക്കോൺ എന്ന് പറയുന്നത് ഇതാണ്. പുറംകോൺ എന്ന് പറയുന്നത് എന്താണ്? 1, 2, 3, 4 ഇങ്ങനെ 4 പുറംകോൺ. എപ്പോഴും ശ്രദ്ധിക്കുക, എല്ലാ ബഹുഭുജങ്ങളുടെയും പുറംകോണുകളുടെ അളവുകളുടെ തുക 360 ഡിഗ്രിയാണ്. ഏത് ബഹുഭുജം എടുത്താലും അത് ത്രികോണമാണെങ്കിലും ചതുരമാണെങ്കിലും പഞ്ചഭുജമാണെങ്കിലും ഷഡ്ഭുജമാണെങ്കിലും എപ്പോഴും ഓർമ്മയേണ്ട കാര്യം, എല്ലാ ബഹുഭുജങ്ങളുടെയും പുറംകോണുകളുടെ അളവ്, അതിന്റെ ആകെ കോണുകളുടെ അളവ് 360 ഡിഗ്രിയാണ്. എന്തിന്റെ? പുറംകോണുകളുടെ അളവ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ പുറംകോണുകളുടെ അളവ് എന്താണ്? ഒരു ബഹുഭുജത്തിന്റെ പുറംകോണുകളുടെ തുക, അതായത് 360 ഡിഗ്രി, അതിന്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ്. എന്ന് പറഞ്ഞാൽ അകക്കോൺ എത്ര വരും? 180 ഡിഗ്രി വരും. ഓക്കെ, 150 ഡിഗ്രിയാണ് അകക്കോൺ, അതിന്റെ ഇരട്ടിയാണ്. 150 ഡിഗ്രി അളവുള്ള ബഹുഭുജം ഏതാ? ഏത് ബഹുഭുജത്തിന്റെ കോണുകളുടെ അളവ് കൂട്ടിയാലാണ് 150 ഡിഗ്രി കിട്ടുക? അത് ത്രികോണമാണ്. ത്രികോണത്തിന് എത്ര വശമുണ്ട്? 3 വശമുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്ര? 12 വശമുണ്ട്. അപ്പൊ അതിന്റെ ആകെ അകക്കോണാണ് കണ്ടുപിടിക്കുന്നത്. ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണെന്നറിയോ? എത്ര വശമുണ്ടോ അതാണ് ചോദ്യം. അപ്പൊ 12 വശമാണെങ്കിൽ അതിൽ നിന്ന് 2 കുറക്കുക, എന്നിട്ടോ 150 കൊണ്ട് ഗുണിക്കുക. 12ൽ നിന്ന് 2 കുറച്ചാൽ 10, 150 കൊണ്ട് ഗുണിച്ചാൽ 1800 ഡിഗ്രിയാണ് അതിന്റെ ഉത്തരം. ഓപ്ഷൻ സി 1800 ഡിഗ്രി. അടുത്ത ചോദ്യം. 2, 5, 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? ഇത് വെറുതെ ചോദിക്കുകയാണ്, ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500 എന്ന് പറഞ്ഞാൽ 2500ന്റെ വർഗമൂലം കാണുക ആദ്യം, അല്ലെ? അത് എത്രയാ? 50. അപ്പൊ ചോദിച്ചിരിക്കുന്നത് ഇത്രയാണ്, 2, 5, 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 50? അതാണ് യഥാർത്ഥത്തിൽ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ വളഞ്ഞു തിരിഞ്ഞ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചോദിച്ചാണ്. അപ്പൊ 50 എന്ന് പറയുന്ന ഈ പദം ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ്? 2, 5, 8 ഇങ്ങനെ ഇങ്ങനെ പോകുന്നത്. അതിൽ 50 നമുക്ക് കണ്ടുപിടിക്കണം. അതിനെന്താ വഴിയെന്നറിയോ? 50ൽ നിന്ന് 2 കുറക്കുക. എളുപ്പ വഴിയാണ് പറയുന്നത്. 48. ആ 48നെ ഇതിന്റെ പൊതുവ്യത്യാസം, അതായത് 2നോട് എത്ര കൂട്ടിയാൽ 5 കിട്ടുക? 3. അതാണ് പൊതുവ്യത്യാസം. 5നോട് 3 കൂട്ടിയാൽ 8 കിട്ടും. അതാണ് പൊതുവ്യത്യാസം. ആ 3 കൊണ്ട് ഹരിക്കുക 16. അതിന്റെ കൂടെ 1 കൂട്ടുക. 17ാമത്തെ പദമാണ്. ഓപ്ഷൻ ഡി. ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്യണം, ഒരുപാട് സമയം എടുക്കരുത്. ഈ 50ൽ നിന്ന് ആദ്യ പദം കുറക്കുക, അപ്പൊ 48 കിട്ടും. ആ 48നെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ച, എന്നിട്ട് 1 കൂട്ടുക. ഉത്തരമായി. അടുത്ത ചോദ്യം. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷത്തേക്ക് കിട്ടുന്ന പലിശ എത്ര? പലിശയാണ് കണ്ടുപിടിക്കേണ്ടത്. കൂട്ടുപലിശയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂട്ടുപലിശ കാണാനുള്ള സൂത്രവാക്യമുണ്ട്. കൂട്ടുപലിശ അടക്കം മുതൽ. അതെന്താണെന്നറിയോ? അത് പഠിച്ചു വെക്കണം.
സൂത്രമാക്കിയതാണ് എ സമം പി ഗുണിക്കണം 1 പ്ലസ് ആർ ഓൾ റൈസ് ടു n. ഇത് പഠിച്ചാൽ ഇതിന്റെ ഉത്തരമായി. അതായത് പി എത്രയാ? 25,000 ഗുണിക്കണം 1 പ്ലസ് ആർ. ആർ എന്ന് പറയുന്നത് നിരക്കാണ്, ഇവിടെ 8%. അപ്പൊ എപ്പോഴും 1 പ്ലസ് 8/100 ആണ് ഇവിടെ വരിക. 1 പ്ലസ് 8/100 എന്ന് പറഞ്ഞാൽ ഉടനെ 108/100 എന്ന് എഴുതി വെച്ചേക്കുക. 5% ആണെങ്കിൽ 105/100, 20% ആണെങ്കിൽ 120/100 എന്ന് മാത്രം ഓർമ്മിച്ചാൽ മതി. വേറെ അതിന്റെ സിദ്ധാന്തങ്ങളൊന്നും ഇപ്പൊ പോണ്ട. 108/100 ഓൾവേസ് ടു n എന്ന് പറഞ്ഞാൽ വർഷമാണ്, ഇവിടെ 2 വർഷമാണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ വരും, അല്ലെങ്കിൽ 108/100. 108/4 100 ഗുണിക്കണം 108/100 എന്ന് പറഞ്ഞാൽ 108/100 ഹോൾ സ്ക്വയർ എന്നാണ് അർത്ഥം. ഇനി ഇതിലെ 3 പൂജ്യവും ഇതിലെ 3 പൂജ്യവും കിട്ടും. അംശത്തിലെ 3 പൂജ്യം, ഛേദത്തിലെ 3 പൂജ്യം. അപ്പൊ ഇവിടെ 10 ഉണ്ട്, അതിനെ 5 കൊണ്ട് ഹരിച്ച 2 കിട്ടും, ഇതിനെ 5 കൊണ്ട് ഹരിച്ച 5 കിട്ടും. ഇനി 108നെ 2 കൊണ്ട് ഹരിച്ചാൽ 54 കിട്ടും. ഇനി 108 ഗുണിക്കണം 54 ഹരിച്ച എത്ര വരും? 270. ഇതിനെ കുറിച്ച് ചെയ്യാനുണ്ട്. ഇനി 108നെ 270 കൊണ്ട് ഗുണിക്കുക. 270 ഗുണിക്കുമ്പോൾ 0 കൊണ്ട് ഇട്ടേക്കുക. എന്നിട്ട് 7 56 7 7. അതുപോലെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര വരും? 216. ഇത് കൂട്ടിയാല് 6 1 9 2 29,160. ഇത് പലിശ അടക്കം മുതലാണ്. നമുക്ക് പലിശ മാത്രമേ കാണേണ്ടതുള്ളൂ. അപ്പൊ മുതല് കുറച്ചേക്കാം. 25,000 ആണ് മുതല്. കുറച്ച് എത്ര വരും? 4,160. അതാണ് ഉത്തരം, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 2 ഹോൾ സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഇതിനെന്ത് ചെയ്യണം അറിയോ? ഇതിപ്പോ ഒരു മിശ്ര ഭിന്നാണ്, മിക്സഡ് ഫ്രാക്ഷൻ. അതിനെ ഒരു സാധാരണ ഭിന്നസംഖ്യയാക്കി മാറ്റുക, ഇതിനെയും സാധാരണ ഭിന്നസംഖ്യയാക്കി മാറ്റുക. ഇതിനെ സാധാരണ ഭിന്നസംഖ്യയാക്കി മാറ്റുമ്പോൾ 2 1/2 എന്ന് പറയുന്നത് 5/2 സ്ക്വയർ ആണ്. 5/2 ഹോൾ സ്ക്വയർ മൈനസ് ഇതോ 3/2 ഹോൾ സ്ക്വയർ. 5/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 25/4 മൈനസ് 9/4. 25 നിന്ന് 9 കുറച്ചാൽ 16/4. 16 ഹരിച്ചാൽ 4. അതാണ് ഉത്തരം. ഇതിലെ ലാസ്റ്റ് ചോദ്യമാണ്. 1 ഗുണിക്കണം 2, 2 ഗുണിക്കണം 3, 3 ഗുണിക്കണം 4 എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക. അപ്പൊ ഇത് ഒരു സമാന്തര ശ്രേണിയല്ല, ഒരു ശ്രേണി മാത്രമാണ്. ഈ ശ്രേണി ആദ്യം എഴുതി വെക്കുക. എത്ര വരും? 1 ഗുണിക്കണം 2 2, 2 ഗുണിക്കണം 3 6, 3 ഗുണിക്കണം 4 12. പിന്നെ ചോടെ എഴുതാം. 2 6 12. അത് കഴിഞ്ഞാൽ 4 ഗുണിക്കണം 5 20. അല്ലെങ്കിൽ വരുന്നെങ്ങനെയാണ്? 2ഉം 4ഉം 6, 6ഉം 6ഉം 12, 12ഉം 8ഉം 20, 20ഉം 10ഉം 30, 5 6. പിന്നെ 6 7 42, 7 8 56, 8 9 60, 8 9 72, 9 10 90, 10 11 110. 1 2 3 4 5 6 7 8 9 10 10 പദങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 90, 110, 200. പിന്നെ 20, 30, 50. 2ഉം 6ഉം 8ഉം 12ഉം 20. പിന്നെ 56, 42, 98, 2 3ഉം 70ഉം 170. ഇനിയിപ്പം എങ്ങനെയാ? 200ഉം 50ഉം 250, 270, 170, 440. കൂട്ടേണ്ടത് ഇങ്ങനെയാണ്. എല്ലാം കൂടെ കൂട്ടി തെറ്റിപ്പോണ്ട.
ആദ്യം അങ്ങനെ എളുപ്പത്തിൽ കൂട്ടാനൊക്കെ കൂട്ടി 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 അവസാനം എല്ലാം കൂടെ കൂട്ടിക്കളയാം. അങ്ങനെ 440 കിട്ടി. ഓപ്ഷൻ സി ആണ് അതിന്റെ ഉത്തരം. അപ്പൊ ഇന്ന് നടന്ന PSC പരീക്ഷയാണ്. അതിലെ 10 ചോദ്യവും ഗണിത ചോദ്യം, മെന്റൽ എബിലിറ്റി എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യാന്ന് പരിചയപ്പെടുത്തിയതാണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷ ഇരിക്കുന്നവർക്കുണ്ടല്ലോ അവർക്ക് വേണ്ടി. ഓക്കെ.